പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ അവരുടെ വിഷമം പറയുമ്പോൾ ആ കൂട്ടത്തിൽ പറയുന്നതാണ്, ഉസ്താദെ മുടി കൊഴിഞ്ഞു പോവുകയാണ്, എനിക്ക് 10-28 വയസ്സായിട്ടുള്ളൂ, പക്ഷെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു, ഉള്ള മുടി തന്നെ ഇങ്ങനെ ജട പിടിക്കുന്നു, കട്ട പിടിക്കുന്നു, അതുപോലെ തന്നെ മുടി പലതുമൊക്കെ നരച്ചു തുടങ്ങി, പിന്നെ നെറ്റി ഇങ്ങനെ കയറി പോവുകയാണ്, അങ്ങനെ പെണ്ണ് കിട്ടുന്നില്ല, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര മുടി വേണം. ചില സഹോദരന്മാർ വന്ന് പറയുന്ന ചില സങ്കടങ്ങളാണ്. അതുപോലെ തന്നെ സഹോദരിമാരും ചില പെൺകുട്ടികൾക്കൊക്കെ അവർക്കൊക്കെ ഈ മുടി കൊഴിഞ്ഞു പോകുന്നു, പിന്നെ ഭയങ്കര താരനാണ്, പേനാണ്, എന്ത് ചെയ്തിട്ടും മാറുന്നില്ല, അപ്പോൾ എന്തെങ്കിലും ദുആയ ദിക്റൊക്കെ ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. നമ്മളൊക്കെ ഈ എണ്ണ തേച്ച് കുളിക്കുന്നവരല്ലേ, എണ്ണ തേച്ച് കുളിക്കണമെന്നാണ്. വെറുതെ ഈ ഷാമ്പു, എപ്പോഴും ഷാമ്പു ഒക്കെ ഉപയോഗിച്ചാൽ മുടി പൊട്ടിപ്പോകും വേഗത്തിൽ. നല്ല നാടൻ വെളിച്ചെണ്ണ, അതുപോലെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചില ടിപ്സുകൾ പറയുന്നുണ്ട്, അത് ഇൻഷാ അല്ലാഹ് ചെയ്ത് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ മുടി സംബന്ധമായ പ്രശ്നങ്ങൾ, മുടി നല്ലതുപോലെ വളരാനും താരൻ പോവാനും പേന് പോവാനും മുടിക്ക് നല്ല അഴകുണ്ടാവാനും കരുത്തുണ്ടാവാനും കറുപ്പുണ്ടാവാനും ഒക്കെ നമുക്ക് പറ്റിയ ഒരു ആത്മീയമായ മരുന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അല്പം എണ്ണ എടുത്തിട്ട് 4 കാര്യങ്ങൾ 3 പ്രാവശ്യം വീതം പറഞ്ഞ് മന്ത്രിച്ച് ഇൻഷാ അല്ലാഹ് തലയിൽ നിങ്ങൾ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുക. അത് ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ വിശദമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് മുഴുവനായും കേട്ടു നോക്കുക, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ ത്വാഅത്തിലായി ദീർഘകാലം ജീവിക്കാനും അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ പറഞ്ഞു മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കമന്റിലൂടെയൊക്കെ ഒരുപാട് പേര് ഒരുപാട് ദുആ വസിയത്തുകൾ പറയാറുണ്ട്. പല രോഗങ്ങളാണ്, പ്രയാസങ്ങളാണ്, സങ്കടങ്ങളാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫാ പ്രദാനിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഹാജിമാരൊക്കെ അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിലേക്ക് പലരും എത്തിക്കഴിഞ്ഞു. ഇനി ഒരുപാട് ആളുകൾ മദീന സിയാറത്തിലാണ്, ഇനി അവരൊക്കെ എത്താനുണ്ട്. അല്ലാഹു തആല ഈ വർഷം ഹജ്ജ് ചെയ്ത മുഴുവൻ ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന്റെ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം പള്ളിയിൽ വരുമ്പോൾ ഏറ്റവും പുറകിലത്തെ സൊഫിലാണ് നിസ്കരിക്കാൻ നിൽക്കാറുള്ളത്. നേരത്തെ വന്നാലും പതുങ്ങി അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് നിസ്കാരം എപ്പോഴും പുറകിലെ സഫിലായിരിക്കും നിസ്കരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പുറകിലത്തെ സഫിൽ നിസ്കരിക്കുന്നത് എന്ന് കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുടി സംബന്ധമായ ചില പ്രശ്നങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് വളർന്നു വരുന്ന മുടി അതെപ്പോഴും ജട പിടിച്ച് അത് കാണാൻ അഴകില്ലാത്ത രൂപത്തിലായിരിക്കും. അപ്പോൾ ആളുകൾ അത് നിസ്കരിക്കുമ്പോൾ കാണണ്ട എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം വീടിൻ്റെ വെളിയിൽ തന്നെ ഇറങ്ങാറില്ലെന്നാണ്. ഇനി ഇറങ്ങിയാൽ തന്നെ തലയിൽ എന്തെങ്കിലുമൊക്കെ തുണി കൊണ്ട് മൂടി ഒക്കെയാണ് അദ്ദേഹം ഇറങ്ങുക. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്തും അദ്ദേഹം പുറകിലാണ് നിൽക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ചില സ്വഹാബിമാർ നബി തങ്ങളോട് പറഞ്ഞു. ആ സ്വഹാബിയെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, എന്താണ് പ്രശ്നം നബി? ഇങ്ങനെയാണ്, മുടിയുടെ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് മുടി മുഴുവനും വടിക്കാൻ പറയുന്ന ഒരു സംഭവമുണ്ട്. മുടി മുഴുവനും വടിക്കാൻ പറയുന്നു. എന്നിട്ട് വരുന്ന മുടിയിൽ നല്ലപോലെ എണ്ണ തേച്ച് അത് ഏരി ഒതുക്കി വെക്കാൻ. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. നബി തങ്ങൾ പറഞ്ഞതാണ്, അല്ലാഹു തആല അവൻ സൗന്ദര്യമുള്ളവനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. സൗന്ദര്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലും നല്ല വെളുത്ത് തുടുത്ത് അതല്ല സൗന്ദര്യം. മറിച്ച് അല്ലാഹു തആല നിറത്തിൽ ഒരിക്കലും സൗന്ദര്യം ഇല്ലല്ലോ. വെളുത്ത നിറമുള്ളവർക്ക് ഭയങ്കര സൗന്ദര്യം, കറുത്ത നിറമുള്ളവർക്ക് സൗന്ദര്യം കുറവ്, അങ്ങനെ ഒരു തോന്നൽ ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെളുപ്പാവട്ടെ അങ്ങനെ ഒരു വേർതിരിവില്ല. മനുഷ്യന്റെ ഏറ്റവും നല്ല സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്. കറുപ്പിന് 7 അഴകാണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയും, അങ്ങനെയാണെങ്കിൽ ബാക്കി 93 അഴകും വെളുപ്പിനാണല്ലോ ഉസ്താദെ. അങ്ങനെയല്ല, ഒരിക്കലും നമ്മുടെ കറുപ്പ് വെളുപ്പല്ല നമ്മുടെ ചർച്ച. മറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ നബിയെ കാണാൻ വേണ്ടി വരുമ്പോൾ, ഈ മറ്റു മതവിശ്വാസികളായ ആളുകൾ അല്ലെങ്കിൽ ദൂരെ നാടുകളിൽ നിന്നൊക്കെ നബിയെ കാണാൻ, സന്ദർശിക്കാൻ, ഇസ്ലാമിനെ പറ്റി പഠിക്കാനൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ട്. ആ സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വീട്ടിൽ നല്ല വസ്ത്രം ധരിച്ച് മുടിയൊക്കെ ചീകി വെക്കുമായിരുന്നു എന്നാണ്.
എണ്ണ തേച്ച് മുടി ചീകി വെച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുറുമയിട്ടാണ് അവരുടെ മുന്നിലേക്ക് പോവാറുണ്ടായിരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, നബി തങ്ങൾ വെള്ളം നിറച്ചു വെച്ച ഒരു പാത്രത്തിൽ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ നബി ഇങ്ങനെ നോക്കുന്നു. നബി ഇങ്ങനെ നോക്കിയിട്ട് ആ വെള്ളത്തിൽ നമ്മുടെ പ്രതിബിംബം കാണാൻ പറ്റുമല്ലോ, ആ പ്രതിബിംബം നോക്കി നബി തങ്ങൾ മുടി ഈരി വെക്കുന്നതായി ഞാൻ കണ്ടു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. അപ്പോൾ നബി തങ്ങളുടെ ഈ ഒരു സ്വഭാവമുണ്ട്, എവിടെ യാത്ര പോയാലും ഒരു ചെറിയൊരു സഞ്ചി പോലെ ഉണ്ടാകും, അതിൽ ചെറിയൊരു കണ്ണാടി ഉണ്ടാകും, ചെറിയ കുപ്പി എണ്ണയുണ്ടാകും, ഒരു ചീപ്പുണ്ടാകും, ഒരു അത്തറുണ്ടാകും, ഒരു സുർമയുണ്ടാകും, ഒരു മിസ്വാക്ക്, ഒരു അറാക്ക് ഉണ്ടാകും. അറാക്ക് മൻകാന ലഹു ശഅറുൻ ഫൽയുക്രിംഹു. എന്നിട്ട് നബി തങ്ങൾ പറയും, ആർക്കെങ്കിലും അല്ലാഹു തആല മുടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുടി അവൻ ആദരിച്ചോ കൊള്ളട്ടെ, ബഹുമാനിച്ചു കൊള്ളട്ടെ എന്നാണ്. കാരണം മുടി എന്ന് പറഞ്ഞാൽ അതൊരു പണ്ട് മുതലേ ഒരു സൗന്ദര്യത്തിന്റെ ഗണത്തിൽ പെടാറുണ്ട് അല്ലെ. ഇപ്പൊ മുടിയില്ലാത്തവര്, ഈ കഷണ്ടി അവരൊക്കെ പല തരത്തിലുള്ള മരുന്നുകൾ തേക്കുന്നുണ്ട്. മരുന്നുകൾ തേച്ചിട്ട് വരാത്തവർ വിഗ് വെക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, മുടി എന്നുള്ളത് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹം തന്നെയാണ്. അത് ഇല്ലാന്ന് വെച്ച് അതിൽ വിഷമിക്കാനോ സങ്കടപ്പെടാനോ നിൽക്കുകയും വേണ്ട. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അവർക്ക് സ്ത്രീ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമായിട്ട് പടച്ചോൻ കൊടുത്തിട്ടുള്ളതാണ് മുടി. ഇനിയിപ്പോൾ മുടി ഇല്ലാത്ത സഹോദരിമാർക്ക് ഇത് കേട്ടിട്ട് ബേജാറാവേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. മുടിയിലൊന്നും വലിയ കാര്യമില്ല, സ്വഭാവത്തിലാണ് കാര്യം. പിന്നെ നിങ്ങളൊക്കെ എപ്പോഴും തട്ടുവിട്ട് നടക്കുന്നവരല്ലേ. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ മക്കൾ, ഇന്നത്തെ കാലത്തെ മക്കൾ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അവരൊക്കെ നല്ല മുടി സംരക്ഷണത്തിൽ ഭയങ്കര കെയർ ചെയ്യുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പലരും ഒക്കെ പറയാറുണ്ട്, ഉസ്താദെ മുടി പൊട്ടിപ്പോവുകയാണ്, അതുപോലെ തന്നെ മുടി ചെറുപ്പത്തിലെ ഈ നരച്ചു പോവുകയാണ്. അങ്ങനെ ഈ അകാല നര എന്ന് പറയും, ചെറുപ്പത്തിലെ ഒരു 10-28 വയസ്സു തൊട്ടേ മുടി ഇങ്ങനെ നരച്ചു പോകുന്ന, നരച്ച് വരുന്നൊരവസ്ഥയുണ്ട്. ഈ 19 വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് വാർദ്ധക്യത്തിന്റെ നരയാണെന്ന് പറയാം. ഇതല്ല, 28 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് മുതലേ ഇങ്ങനെ പല മുടികളും താടിയൊക്കെ ഇങ്ങനെ നരച്ചു പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഇങ്ങനെ നരച്ചു പോകുന്ന ഒരു സമ്പ്രദായം ഇന്നത്തെ കാലത്ത് കാണുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഭക്ഷണത്തിന്റെ ക്രമം തെറ്റിയത് കൊണ്ടാണ്. ഒന്ന്, ഭക്ഷണക്രമം തെറ്റി. ഇന്നിപ്പോൾ നൈറ്റ് ലൈഫ് ആണല്ലോ, പ്രത്യേകിച്ച് ഈ എറണാകുളം, കൊച്ചി ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ നൈറ്റ് ലൈഫാണ്. രാത്രിയാണ് എല്ലാവരും പുറത്തിറങ്ങുക. രാത്രി വൈകിട്ടുള്ള ഭക്ഷണം, അതുപോലെ തന്നെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അമിതമായ ഈ ചിക്കൻ, ഇറച്ചി ഇങ്ങനെ ഒരുപാട് തന്നെ കരിച്ചത്, പൊരിച്ചത്, അൽഫാം, കുഴിമന്തി, അതൊക്കെ ഇങ്ങനെ മാറി കഴിച്ച് അതിലുള്ള ഹോർമോണൊക്കെ നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്തതാണ് പലതും ചെന്ന് പലപ്പോഴും മുടി കൊഴിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ മുടി ചടപിടിച്ചു പോകുന്നു, ജടകെട്ടി പോകുന്നു, മുടി നരച്ചു പോകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ആൺകുട്ടികളാണെങ്കിൽ ഹെൽമറ്റ് വെക്കുമ്പോൾ സാധാരണ നമ്മൾ ഹെൽമറ്റ് വെക്കുന്ന സമയത്ത് പലരും ഒക്കെ പറയാറുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു ടവലോ അതിൻ്റെതായ ചില ഒരു മാസ്ക് സംവിധാനമുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഹെൽമറ്റ് വെക്കണം. കാരണം ഹെൽമറ്റ് നേരെ വെക്കുമ്പോൾ ഹെൽമറ്റ് ഇങ്ങനെ ആടുന്നതിനനുസരിച്ച്, കുലുങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ മുടി വളരുന്ന ഒരു റൂട്ടുണ്ട്, അതിൽ നിന്നും മുടി തെറ്റിപ്പോയി പിന്നെ മുടി കൊഴിച്ചിലുണ്ടാകും. അതുപോലെ നമ്മുടെ ഭക്ഷണക്രമം തെറ്റുമ്പോൾ ഒരുപാട് ഓയിലി ആയിട്ടുള്ള, ഒരുപാട് കലോറി കൂടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് അത് പ്രശ്നമാകും. അതുപോലെ ഈ കുളിക്കുന്ന സമയത്ത് ഇപ്പോൾ ഷവറാണല്ലോ, ഷവറാണ്. അപ്പോൾ ഷവർ ഇങ്ങനെ ഭയങ്കര പവറിൽ വരുന്ന ഷവർ, അത് സ്ഥിരമായി ഇങ്ങനെ നമ്മുടെ തലയിൽ ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ അതും മുടി പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡോക്ടർമാർ പറയുന്നതാണ്, അത് ഞാൻ നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. നമ്മുടെ വിഷയം, ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇങ്ങനെ മുടി സംബന്ധമായ പ്രശ്നത്തിലായ ആളുകളെ മുടിക്ക് ആരോഗ്യം വെക്കാനും, അതുപോലെ തന്നെ മുടിക്ക് അഴകു വെക്കാനും, മുടിക്ക് ഉറപ്പുണ്ടാവാനും, മുടിക്ക് നല്ല കറുപ്പുണ്ടാവാനും ഒക്കെയായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നല്ല നാടൻ വെളിച്ചെണ്ണ തേച്ച് കുളിക്കുക അല്ലേ. നമ്മളെങ്ങനെയാണ് വെളിച്ചെണ്ണ, ഇപ്പോൾ നമ്മുടെ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടൊക്കെ ഒരുപാട് മുടി കെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് എണ്ണകൾ കിട്ടുന്നുണ്ട്. എല്ലാ എണ്ണയും സത്യസന്ധമാണ് ഞാൻ പറയുന്നില്ല, പലതുമൊക്കെ ഒരുപാട് കെമിക്കൽ ചേർന്നിട്ടുള്ള എണ്ണയായിരിക്കും. അത് നമ്മുടെ തലയിൽ തേക്കുമ്പോൾ നമുക്ക് മുടി ചിലപ്പോൾ പൊട്ടിപ്പോകും, മുടിക്ക് നല്ല കരുത്ത് കിട്ടാനെന്ന് പറഞ്ഞിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നു ചില എണ്ണകൾ തേച്ചാൽ. അതുപോലെ തന്നെ തലവേദന ഉണ്ടാകുന്നു, മൈഗ്രെയിൻ ഉണ്ടാകുന്നു, കാരണം അതിലൊക്കെ ഒരുപാട് വിഷാംശങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സാധാ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഈ ആട്ടിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും, ഉരുക്ക് വെളിച്ചെണ്ണ, അത് നല്ലതാണ്. അത് ശരീരത്ത് പുരട്ടാനും നമ്മുടെ ചെറിയ കുട്ടികൾക്കും ഒക്കെ നല്ലതാണ് ഉരുക്ക് വെളിച്ചെണ്ണ. സാധാരണ വെളിച്ചെണ്ണയാണെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ അല്പം കൂടി എള്ളെണ്ണയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കൽ നല്ലതാണെന്ന് നമ്മുടെ ഈ കാർന്നവന്മാർ, പഴയ ആളുകൾ പറയാറുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ തേച്ച് കുളിക്കുമ്പോൾ എല്ലാ ദിവസവും വെളിച്ചെണ്ണ നല്ലപോലെ ഇങ്ങനെ തേച്ച് കുളിക്കണം എന്നില്ല. ഒന്നരാടമെങ്കിലും
നമ്മൾ വെളിച്ചെണ്ണ നല്ലതുപോലെ തലയിൽ തേച്ച് താടിയിലൊക്കെ തേച്ച് പിന്നെ ശരീരത്തിൽ തേക്കാൻ പറ്റുന്നതാണെങ്കിൽ ശരീരത്തൊക്കെ തേച്ച് അത് നല്ലപോലെ സ്ക്രബ്ബർ വെച്ച്. ഒരിക്കലും നമ്മുടെ ശരീരത്തൊക്കെ എണ്ണ തേച്ചിട്ട് വെറുതെ സോപ്പിട്ട് കഴുകി പോരരുത്. കാരണം ആ എത്ര സോപ്പിട്ടാലും ആ എണ്ണമയം അവിടെ ഉണ്ടാകും. ആ എണ്ണമയം ഇരുന്ന് അതൊരു അഴുക്കായി മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിക്കുകയാണെങ്കിൽ, ശരീരത്തിൽ എണ്ണ തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ നല്ലതുപോലെ ചകിരിയോ സ്ക്രബ്ബറോ ഇട്ട് തേച്ച് ഉരുമി വേണം കുളിക്കാൻ. ആ കാര്യം പ്രത്യേകിച്ച് ഈ കഴുത്തിന്റെ ഭാഗത്ത്, ചെവിയുടെ പുറം ഭാഗമൊക്കെ നല്ലതുപോലെ തേച്ചുരച്ച് കഴുകണം. പിന്നെ അതുപോലെ നമ്മുടെ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ അങ്ങനെ എപ്പോഴും സോപ്പിട്ടിങ്ങനെ ഒരു ഒരു കക്കക്കുളി പോലെ കുളിച്ച് പോരരുത്. കാരണം അങ്ങനെ പോന്നാൽ നമ്മുടെ കുട്ടികളുടെ ശരീരത്തും പല ചൊറികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എണ്ണ തേക്കാറ്. കുളിക്കുന്നതിന് മുമ്പ് ഞാൻ എണ്ണ തേച്ച് കുളിച്ചാൽ എനിക്ക് തലവേദന ഉണ്ടാവും. അങ്ങനെ പല രൂപത്തിൽ, അതായത് എണ്ണ ഉപയോഗിക്കണം. എണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു മനസ്സിലൊരു നിയ്യത്ത് കരുതണം. ഇത് നബി തങ്ങളുടെ സുന്നത്താണെന്ന് കരുതിയാൽ നമുക്കതിന് പ്രതിഫലം കിട്ടുമെന്നാണ്. ഏതായാലും നമ്മൾ കുളിക്കാൻ പോകുന്നു, കുളിക്കുന്ന സമയത്ത് എണ്ണ തേച്ച് കുളിക്കുന്ന സമയത്ത് അള്ളാഹുവേ ഇത് റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത് ഞാനിതായി എടുക്കുന്നു, ഇത് നബി തങ്ങളുടെ സുന്നത്താണല്ലോ, അത് ഞാൻ പിൻപറ്റുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ അതിനും പ്രതിഫലമുണ്ടെന്നാണ്. ഇനി മഹാന്മാര് പറഞ്ഞു തരുന്ന ഒരു മെഡിസിനിലേക്ക് നമുക്ക് കിടക്കാം. അതായത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾക്കും നമുക്കുമൊക്കെ തലയിൽ താരൻ പോവാൻ, തലയിൽ താരനുണ്ട്, അതുപോലെ തന്നെ പേനുണ്ട്, മുടി പൊട്ടിപ്പോവുകയാണ്, മുടി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഒരു കാര്യം ചെയ്യുക. അതായത് എന്താ ചെയ്യേണ്ടത്? നല്ല വെളിച്ചെണ്ണ എടുക്കുക. നല്ല വെളിച്ചെണ്ണ എടുത്ത് അതിൽ 3 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക. 3 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതുപോലെ തന്നെ 3 പ്രാവശ്യം അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത്, 3 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, 3 പ്രാവശ്യം അലം നശ്റഹ് എന്ന് പറയുന്ന അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട 2 ഇസ്മുകൾ, ഒന്ന് അല്ലാഹുൽ ബാരിഉൽ കബീർ, ഒന്ന് അൽ ബാരി എന്ന ഇസ്മും രണ്ടാമത്തേത് അൽ കബീർ എന്ന ഇസ്മും. അപ്പോ യാ ബാരിഉ യാ കബീറു യാ ബാരിഉ യാ കബീറു യാ ബാരിഉ യാ കബീറു എന്ന ആ ഒരു ഇസ്മ അത് 3 പ്രാവശ്യം. അപ്പോ സൂറത്തുൽ ഫാത്തിഹ 3 പ്രാവശ്യം, അലം നശ്റഹ് സൂറത്ത് 3 പ്രാവശ്യം, അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട 2 ഇസ്മ, അത് പല രൂപത്തിലും പറയാം. ഒന്നെങ്കിൽ അല്ലാഹുൽ ബാരിഉൽ കബീർ എന്ന് പറയാം, അല്ലെങ്കിൽ യാ ബാരിഉ യാ കബീറു. ഏറ്റവും നല്ല രൂപം യാ ബാരിഉ യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് അങ്ങനെ പറഞ്ഞാലും മതി. അതായിരിക്കും ഒന്നുകൂടി നല്ലത്. യാ ബാരിഉ യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ്. ഈ ഒരു 2 ഇസ്മുകൾ 3 പ്രാവശ്യം വീതം പറയുക. എന്നിട്ട് 3 പ്രാവശ്യം ഇനി പറയുന്ന ദുആ അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത് ഇൻഷാ അല്ലാഹ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് 3 പ്രാവശ്യം, അത് സ്ക്രീൻഷോട്ട് എടുത്താലും മതി, അത് 3 പ്രാവശ്യം പറഞ്ഞ് ആ എണ്ണയിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക. എന്താണ് ആ ദുആ? ഏതാണ്? യാ മുൻസിലശ് ശിഫാ വ മുദ്ഹിബദ്ദാ അൻസിൽ അലാ മാ ബിഹി മിൻ ദാഇൻ ശിഫാ. ഒന്നുകൂടി പറയാം. യാ മുൻസിലശ് ശിഫാ വ മുദ്ഹിബദ്ദാ അൻസിൽ അലാ മാ ബിഹി മിൻ ദാഇൻ ശിഫാ. ഒന്നുകൂടി കേട്ടോ. യാ, പതുക്കെ പറയാം. യാ മുൻസിലശ് ശിഫാ വ മുദ്ഹിബദ്ദാ അൻസിൽ അലാ മാ ബി മിൻ ദാഇൻ ശിഫാഅൻ, അല്ലെങ്കിൽ ശിഫാ. ഒന്നുകൂടി പറയാം. യാ മുൻസിലശ് ശിഫാ വ മുദ്ഹിബദ്ദാ അൻസിൽ അലാ മാ ബി മിൻ ദാഇൻ ശിഫാ. എന്താ അതിന്റെ അർത്ഥം? രോഗശമനം നൽകുകയും രോഗങ്ങളെ അകറ്റുകയും ചെയ്യുന്ന റബ്ബേ, എന്നെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു വിഷമം, മുടി സംബന്ധമായ എൻ്റെ ഈ ഒരു വിഷമം, അതിൽ നിന്നും നീ എനിക്ക് ശിഫാ തരണേ അല്ലാ. ഈ ദുആ 3 പ്രാവശ്യം. അപ്പോൾ കേട്ടോ, സൂറത്തുൽ ഫാത്തിഹ 3 പ്രാവശ്യം, അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന സൂറത്ത് 3 പ്രാവശ്യം, യാ ബാരിഉ യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് എന്ന അള്ളാഹുവിന്റെ 2 ഇസ്മുകൾ. ആ ഇസ്മുകൾ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു ദുആ, ഏതാണ് ആ ദുആ? ഒന്നുകൂടി പറയാം. യാ മുൻസിലശ് ശിഫാ വ മുദ്ഹിബദ്ദാ അൻസിൽ അലാ മാ ബി മിൻ ദാഇൻ ശിഫാ. ഈ ഒരു ദുആയും 3 പ്രാവശ്യം. ഈ 4 കാര്യങ്ങൾ,
ഈ 4 കാര്യങ്ങൾ 3 പ്രാവശ്യം വീതം പറഞ്ഞ് ആ ചെറിയ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണപ്പാത്രത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. എന്നിട്ട് അല്പമായി അത് തീരുന്നത് വരെ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അതെടുത്ത് നല്ലതുപോലെ കയ്യിൽ തേച്ച് നല്ലതുപോലെ തേച്ചു പിടിപ്പിക്കാം. അത് വെളിച്ചെണ്ണ, നാടൻ നല്ല ഉരുക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ അത് മാത്രം മതി. ഇനി നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണെങ്കിൽ ആ വെളിച്ചെണ്ണ അല്പം എള്ളെണ്ണ കൂടി ചേർക്കൽ നല്ലതാണ്. ചില ആളുകൾക്ക് എള്ളെണ്ണ പിടിക്കൂല. എള്ളെണ്ണ എന്ന് പറഞ്ഞാൽ ഈ ഉത്തരേന്ത്യൻ ആളുകൾക്കൊക്കെ എള്ളെണ്ണ മാത്രം മതി. അവർക്കത് തേച്ചത് ശീലമായി. നമുക്കൊക്കെ ഈ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം എള്ളെണ്ണ തേക്കൽ കുറവാണ്. അപ്പോൾ അത് നേരിട്ട് തേക്കുന്നതിനേക്കാൾ നല്ലത് ഈ വെളിച്ചെണ്ണയിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് അത് തലയിൽ തേക്കുന്ന സമയത്ത് ഈ 4 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഒരു പാത്രത്തിലേക്ക്, ഒരു ചെറിയ കുഞ്ഞു പാത്രം, ആ പാത്രത്തിൽ ഇച്ചിരി വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ പറഞ്ഞ 4 കാര്യങ്ങളും 3 പ്രാവശ്യം വീതം മോദി ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് തലയിലും ശരീരത്തും ഒക്കെ തേച്ച് നല്ലപോലെ പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യം മനസ്സിലായില്ലേ? മുടി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങൾ, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറാൻ ഇതിങ്ങനെ സ്ഥിരമായി നമ്മൾ ഉപയോഗിച്ചാൽ ഇൻഷാ അല്ലാഹ് വലിയ മാറ്റം ഉണ്ടാകും. ഈ കാര്യമൊക്കെ ഞാൻ എൻ്റെ വകയായിട്ട് പറഞ്ഞു തന്നതല്ല. ഒരുപാട് ഉസ്താദുമാർ അവരുടേതായ കിതാബുകളിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള പഴയ ഉസ്താദുമാർ അവരൊക്കെ ഈ ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില നാടൻ മരുന്നുകളാണ്. നാടൻ മരുന്നെന്ന് പറഞ്ഞാൽ ആ നാടൻ മരുന്നിൽ ചില മന്ത്രങ്ങൾ, ചില ഖുർആനായത്തുകൾ, അള്ളാഹുവിൻ്റെ ചില ഇസ്മുകൾ, ചില ദുആകളൊക്കെ ചേർത്ത് നമ്മൾ തേച്ചാൽ ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ നമുക്കതിൻ്റെ ഫലം കിട്ടുന്നതാണ്. പിന്നെ താരം കൊണ്ട് പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, ചെറിയ മക്കളുണ്ട് അല്ലേ? ഈ താരൻ മാറാൻ ഇപ്പം നമ്മുടെ നാട്ടുമരുന്നുകൾ നോക്കിയാൽ ഒരുപാടുണ്ട്. ഈ കറ്റാർവാഴ ഉണ്ടല്ലോ, ആ കറ്റാർവാഴ എടുത്ത് അതിൻ്റെ ഒരു ഇതെല്ലാം എടുത്തിട്ട് അത് മുറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നും ആ ജെല്ല് നമ്മളിങ്ങനെ എടുക്കുക. ജെല്ല് മാത്രം എടുക്കുക, അത് മിക്സിയിലിട്ടിങ്ങനെ അടിക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൽ ചേർത്തിട്ട് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുക. അത് താരം പോവാൻ നല്ലതാണ് എന്ന് ഈ ഡോക്ടർമാരൊക്കെ, ആയുർവേദ ഡോക്ടർമാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ കടുക് എടുത്ത് നമ്മൾ കുറച്ച് വെള്ളത്തിലിടുക, അതൊന്ന് കുതിർക്കുന്നത് വരെ. എന്നിട്ടത് മിക്സിയിലിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ അത് കുഴമ്പ് രൂപത്തിലാകും. അത് കുറച്ച് തൈരെടുത്തത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലതുപോലെ കുളിക്കുക. അപ്പോഴും ഈ താരൻ മാറുമെന്നൊക്കെ ഡോക്ടർമാർ, ഈ ആയുർവേദ ഡോക്ടർമാരൊക്കെ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മുടി സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ഇന്നത്തെ യുവതലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈ നെറ്റി ഇങ്ങനെ കയറി, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോയിട്ട് നെറ്റി ഇങ്ങനെ കയറി പോകുന്ന ഒരു പ്രയാസം. ഒരുപാട് ആളുകൾ വന്ന് ദ്വാരക്കണമെന്നൊക്കെ പറയാറുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നമുക്കൊക്കെ നല്ല സൗന്ദര്യവും നല്ല സ്വഭാവവും, അതാണല്ലോ ഏറ്റവും വേണ്ടത്, നല്ല സ്വഭാവവും എല്ലാം അള്ളാഹു താല തരട്ടെ. നമുക്ക് അള്ളാഹു താല എല്ലാവിധ നിഅമത്തും ബറക്കത്തും തരട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. ആരൊക്കെ ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി നമ്മളെപ്പോഴും ദുആരക്കുന്നുണ്ട്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും സലാമത്തും തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.